ഹലോ കൂട്ടുകാരെ, ഞാൻ വന്നുട്ടോ. എല്ലാവരുടെയും ഓണവിശേഷങ്ങളൊക്കെ എവിടെ വരെയായി? ഞങ്ങൾ അത്തോടാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി കേട്ടോ. കുറച്ച് പൂക്കളൊക്കെ ഞങ്ങൾ പുറത്ത് പോയി പറിച്ചു, കുറച്ച് കടയിൽ നിന്ന് വാങ്ങി കേട്ടോ. ഇപ്പം മഴയൊക്കെ ആയതുകൊണ്ട് അങ്ങനെ പോയി പറിക്കാനുള്ളൊരു സാഹചര്യവും ഇല്ല. പിന്നെ പണ്ടത്തെ പോലെ ആരും ഇപ്പം അങ്ങനെ ഇറങ്ങി പൂക്കൾ പറിക്കാനുള്ളൊരു ഉത്സാഹമൊന്നും കാണിക്കുന്നില്ലല്ലോ. നമ്മളൊക്കെ പണ്ടെന്ന് വെച്ചാൽ വാങ്ങാനുള്ള പൈസയും ഇല്ല, അപ്പോൾ പിന്നെ വേറെ നിർവാഹം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പുറത്തുനിന്ന് പൂക്കളൊക്കെ പറിക്കും കേട്ടോ. ദാദൂട്ടൻ പൂക്കൊട്ടൻ്റെ ഉള്ളിൽ കയറി ഇരിക്കുകയാണ്. കുറേ നേരം പുറത്തുനിന്നൊക്കെ വലിച്ചിട്ട് പിന്നെ കുറച്ച് ഉള്ളിൽ കയറി ഇരുന്ന് കളിച്ചു. മഞ്ഞയും ഓറഞ്ചും ചെണ്ടുമല്ലിയും ജമന്തികളും പല കളറിലെ ജമന്തികളുണ്ട് കേട്ടോ. ഈ പച്ച കാണുന്നത് നമ്മളെ മാവിലെ മിക്സിയിലിട്ട് അരച്ചതാണ്. അത്തപ്പൂക്കളത്തിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ട് കേട്ടോ. ലിജോ, ക്രിസ്റ്റി, അഖില്, അക്ഷയ്, ശിഖില്, കണ്ണൻ, അപ്പു എല്ലാവരും ഉണ്ട്. ഞങ്ങൾ നല്ല ആവേശ സിനിമയൊക്കെ കണ്ടിട്ടാട്ടോ ഉള്ളത്. അത്തപ്പൂക്കളം ഒരുക്കുന്നത് ലിജോ ആദൂട്ടനെ ഉറക്കാനുള്ള തന്ത്രപ്പാടിലാണ്. സമയം ഇപ്പം ഏകദേശം ഒരു 12-1 മണിയൊക്കെ ആയി കേട്ടോ. അത്തപ്പൂക്കളം വരയ്ക്കുന്നത് നമ്മൾ ക്രിസ്റ്റിയാണ് കേട്ടോ. ആദ്യം ചോക്കും കൊണ്ടൊക്കെയാണ് വരച്ചത്. പിന്നെ അങ്ങോട്ട് തിരിയുമ്പോൾ ഇങ്ങോട്ട് തിരിയുമ്പോൾ മാഞ്ഞു പോയിട്ട് പിന്നെ ഞങ്ങളത് ക്രയോൺസ് ആയി. കിച്ചുപോൻ്റെ ക്രയോൺസൊക്കെ എടുത്തിട്ടായി വര. ക്രിസ്റ്റീൻ്റെ ഓഫീസിലും അവനാട്ടോ അത്തപ്പൂക്കളമൊക്കെ വരച്ച് നന്നായി വരച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അത്തപ്പൂക്കളമൊക്കെ വരയ്ക്കും പണ്ടത്തെ ഓരോ കഥകളൊക്കെ പറഞ്ഞ് കണക്കൊക്കെ കൂട്ടി. ഇടയ്ക്ക് ഞങ്ങൾക്കൊരു തെറ്റൊക്കെ പറ്റിയിട്ടോ. എന്നിട്ട് പിന്നെ അത് മായ്ച്ച് തിരിച്ച് സെറ്റാക്കി. അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ സിനിമ കാണുന്നുണ്ട്, കുറേ പാട്ട് വെച്ച് പാട്ട് കേൾക്കുന്നുണ്ട്, എല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നുണ്ട്. തിരുവോണത്തിൻ്റെ അന്ന് നമ്മൾ അക്ഷയിൻ്റെ വൈഫിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ, അഖിലേൻ്റെ. അങ്ങനെ ഞങ്ങൾ ആ കാര്യങ്ങളൊക്കെ അവളില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ അവളെ വിളിച്ച് ഒരു വിഷൊക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു. അവളുണ്ടെങ്കിൽ ഒരു പ്രത്യേക വൈബാണ്. അങ്ങനെ വരയ്ക്കൽ കഴിഞ്ഞു. പിന്നെ അടുത്ത സെക്ഷൻ എന്ന് പറഞ്ഞാൽ പൂക്കൾ ഡിവൈഡ് ചെയ്യൽ. അങ്ങനെ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ മാനിച്ച് നടുക്ക് വൈറ്റും വയലറ്റും ഇടാന്ന് വിചാരിച്ചു. 2 ജമന്തി പൂക്കളാട്ടോ. വയലറ്റ് ജമന്തി ഉണ്ട്, വെള്ള ജമന്തി. അങ്ങനെ ഞങ്ങൾ ആദ്യം ഒരു ട്രയലൊക്കെ ഇട്ട് നോക്കി മാച്ചാവോ. പക്ഷെ മാച്ചായിരുന്നു, അടിപൊളിയായിരുന്നു കേട്ടോ. ചേരുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇട്ട് നോക്കിയതാണ്. പിന്നെ ഞങ്ങൾ ആ വെള്ളം മാറ്റി ആദ്യം ഫുൾ വയലറ്റ് ഇട്ട് സെറ്റാക്കി. വയലറ്റ് ഇച്ചിരി കുറവുണ്ടായിരുന്നു, എന്നാലും ഞങ്ങൾ ഒപ്പിച്ചിട്ടു. ശിഖിലും കൂടി ഇട്ടോ. ശിഖിലും ലിജോയൊക്കെ എൻ്റെ കൂടെ അത്തോടാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ പിന്നെ കിച്ചൂട്ടൻ്റെ കുറേ സ്കെയിലൊക്കെ എടുത്തിട്ട് വന്ന് പിന്നെ അളവ് വെച്ച് അളക്കലും എന്നിട്ടൊക്കെ ആയി ഇടൽ. അതിൻ്റെ ഇടയിൽ പണ്ടത്തെ സ്കൂളിൽ അത്തവിടുന്ന കാര്യവും ഒക്കെ പറയുണ്ടായിട്ടോ. വിറ്റായിരുന്നു, രസമായിരുന്നു എല്ലാവരും കൂടെ ചേർന്നിട്ട്. അങ്ങനെ ഞങ്ങൾ വയലറ്റ് ജമന്തിൻ്റെ അംഗം കഴിഞ്ഞിട്ട് അടുത്ത് വെള്ള ജമന്തിയിലോട്ട് കിടന്നു കേട്ടോ. ഈ ജമന്തിയൊക്കെ ഞാൻ അരിയുമാട്ടോ ചെയ്തത്. ഏതെങ്കിലും മൊത്തത്തിൽ പറിച്ചിട്ടില്ല, ഇങ്ങനെ അരിഞ്ഞിട്ടിപ്പോൾ കുഞ്ഞതായിട്ട് അങ്ങനെ പുറത്തോട്ടൊന്നും ഇങ്ങനെ വിടർന്നിരിക്കുന്നില്ല. അതുകൊണ്ട് ഇട്ട് കഴിയുമ്പോൾ നല്ല വൃത്തിയിൽ സെറ്റായിട്ടിരിക്കുന്നുണ്ടായി. ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞ് ഇന്ന് ഇട്ട് തീരൂല എന്നും പറഞ്ഞിട്ട് ലാസ്റ്റ് ക്രിസ്റ്റി ഞങ്ങളെ കൂടെ ഇറങ്ങി കേട്ടോ അത്തപ്പൂക്കൾ ഒരുക്കാൻ വേണ്ടിയിട്ട്. ആ വൈറ്റും വെള്ളയും കോമ്പിനേഷൻ നല്ല ഭംഗിയുണ്ട് അല്ലേ. അങ്ങനെ അത് പറഞ്ഞു തന്ന അക്ഷയ കേട്ടോ. വൈറ്റും വെള്ള ഇട്ടോ നല്ലതായിരിക്കും എന്നിട്ട് പറഞ്ഞത് അക്ഷയാണ്. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ മഞ്ഞ ചെണ്ടുമല്ലിയാണ്. ഇത് കുറേ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി. പിന്നെ കുറച്ച് കൊച്ചിയൊക്കെ തിരുനെല്ലിയിൽ നിന്ന് വന്നപ്പോൾ അവരുടെ അവിടെ നട്ടിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അവിടെ നിന്നും കുറച്ച് കൊണ്ടുവന്നു കേട്ടോ. അങ്ങനെ ഒരു സെക്ഷൻ മഞ്ഞേൻ്റെ ഇത് മഞ്ഞപ്പൂ കുറേ ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് ലുപ്തിച്ചിടേണ്ട കാര്യമൊന്നും വന്നില്ല. ഞങ്ങൾ പിന്നെ മഞ്ഞപ്പൂ നന്നായി നല്ല കട്ടിയിലിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ആദ്യം കറുപ്പ് ഇട്ട് നോക്കി. ഇടകലത്തി പച്ചയും വയലറ്റും ഇട്ട് നോക്കാം. അത് ആ വയലറ്റ് ചീര കേട്ടോ. നമ്മളാ റോഡ് സൈഡിലൊക്കെ ഉണ്ടാകുന്ന ചീരയില്ലേ, അതായിരുന്നു. അത് അരിഞ്ഞതാണ്. അതിട്ടപ്പോൾ അതൊരു വലിയ ഗുമ്മി തോന്നാത്തതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് ആ പച്ച തന്നെ ഇട്ടു കേട്ടോ. ഓറഞ്ച് ചെണ്ടുമല്ലി തന്നെ ഇട്ട് എന്നിട്ട് ഞങ്ങളത് ഫുള്ളായിട്ട് അങ്ങനെ ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അതിൻ്റെ ഉള്ളിലൊരു റൗണ്ട് പോലെ വരച്ചിട്ട്, അത് ലിജോയ് കേട്ടോ ഐഡിയ പറഞ്ഞു തന്നത്, അതിൻ്റെ ഉള്ളിലൊരു റൗണ്ട് ആക്കിയിട്ട് വേറെ കളർ പൂവിടാന്ന്. അതിൻ്റെ ഉള്ളിലിട്ട് നമ്മളെ വാടാർമല്ലിയാണ് കേട്ടോ. അങ്ങനെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അത്തപ്പൂക്കൾ സെറ്റായി. പിന്നെ രാവിലെ നേരത്തെ എന്ന് പറയാൻ പറ്റില്ല, ഒരു 6 മണിയൊക്കെ കഴിഞ്ഞു കേട്ടോ. എണീക്കുമ്പോൾ 6 മണിയൊക്കെ കഴിഞ്ഞ് എണീച്ച് കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് നമ്മൾ അത്തപ്പൂക്കളത്തിൻ്റെ അടുത്ത് വെച്ചു കേട്ടോ. എല്ലാവരും ഹാപ്പി ഓണമെന്നല്ലേ അത്തപ്പൂക്കളത്തിലൊക്കെ എഴുതുന്നത്. ഞങ്ങൾ വെറൈറ്റി ആയിട്ട് നമ്മളെ യൂട്യൂബ് ചാനലിൻ്റെ പേര് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ.
ലൈഫ് ഇൻ ഫ്രെയിമിൽ. അങ്ങനെ അവിടെ വിളക്കൊക്കെ കത്തിച്ച് ചന്ദനത്തിരിയൊക്കെ കത്തിച്ച് വെച്ചു. നമ്മൾ എല്ലാ ദിവസവും പുറത്തായിരുന്നു കേട്ടോ, തറയൊക്കെ ഒരുക്കിയിട്ട് പുറത്തായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത്. അതുകൊണ്ട് അത് കളയണ്ടെന്ന് വിചാരിച്ച് അവിടെയും ഞങ്ങൾ ഒരു അത്യാവശ്യം വലിയൊരു അത്തപ്പൂക്കളം ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. 2 അത്തപ്പൂക്കളം എങ്ങനെയുണ്ടെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അങ്ങനെ ഒരുക്കമൊക്കെ കഴിഞ്ഞ് ഞാനൊന്ന് വീട് വരെ പോയി കേട്ടോ. വീട്ടിലെ അത്തമൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടി. വീട്ടിലെ അത്തം അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അവിടെ മായക്കുട്ടനും കിങ്ങിണിയും എല്ലാവരും കൂടി ആട്ടോ അത്തം ഒരുക്കിയിട്ടുള്ളത്. അങ്ങനെ കിച്ചുമോനെയും ആദ്യമോനെയും ഒക്കെ ഒരുക്കിയിട്ട് ഞങ്ങൾ നേരെ പുൽപ്പള്ളിക്ക് പോകുവാണ്. കിച്ചൂട്ടൻ നല്ല കൂളിംഗ് ഗ്ലാസ്സൊക്കെ ഇട്ട് അടിപൊളിയായിട്ടാട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയേ. ഞങ്ങളെത്തിയ സമയത്ത് തന്നെ ശ്രുതി ചേച്ചിയും സൗമ്യ ചേച്ചിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ. റോട്ടിൽ നിന്ന് തന്നെ വർത്താനൊക്കെ പറഞ്ഞിട്ടാട്ടോ ഞങ്ങൾ നേരെ പോകുന്നത്. അവിടെയും വലിയ അത്തപ്പൂക്കളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അവരെല്ലാവരും ഫാമിലി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. അതാണ് അമ്മായി, സച്ചൂട്ടനുണ്ട്, അപ്പുണ്ട്, ആദിക്കുട്ടനും എല്ലാവരും ഉണ്ട്. അപ്പത്തേനും നമ്മളെ ARS ഫാമിലി വ്ലോഗ്സിലെ പൊന്നു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഒരു കുടുംബത്തിൽ 2 യൂട്യൂബ് ചാനലുണ്ട്. അങ്ങനെ അവൾ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മളെ അച്ചമ്മയാണ്. അങ്ങനെ ഞങ്ങൾ 2 ക്യാമറകളും തമ്മിൽ ഞങ്ങളവിടെ എത്തിയ സമയത്ത് കാശിക്കുട്ടൻ അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അവൻ്റെ അച്ഛൻ്റെ വീട്ടിൽ പോയതായിരുന്നേ. വന്നപ്പോഴേനും വണ്ടിയിൽ കിടന്ന് ഉറങ്ങിയിട്ടാ തോന്നുന്നു. വലിയ മൂടൊന്നും ഉണ്ടായിരുന്നില്ല കക്ഷിക്ക്. വലിയ മൈൻഡൊന്നും തന്നില്ല. അല്ലെങ്കിൽ മഞ്ജുമ്മയെന്ന് പറഞ്ഞിട്ട് വരുന്നതായിരുന്നു. ഇന്ന് വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മൾ ഓണസദ്യ കഴിക്കാനുള്ള സമയമായി. ചോറ്, സാമ്പാർ, പച്ചടി, കാളൻ, കൂട്ടുകറി, അവിയൽ, അങ്ങനെ എല്ലാ ഐറ്റംസും. അധികം വലിയ ഐറ്റംസ് ഒന്നുമില്ല, അത്യാവശ്യം ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് വന്നിട്ട് പായസം കുടിക്കുകയാണേ. അതാട്ടോ മാമൻ. ഇത് സുമേഷ് ചേട്ടാ, ഈ ശ്രുതി ചേച്ചിൻ്റെ സൗമ്യ ചേച്ചിൻ്റെ ആങ്ങളെയാണ്. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങി കേട്ടോ. പോകാൻ നേരത്തെ ആദൂട്ടന് എല്ലാവർക്കും ടാറ്റയും ഉമ്മയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോകാൻ നേരത്ത് ഞങ്ങളെല്ലാവരും വണ്ടി കയറി. ഞങ്ങൾ പുറകിലോട്ട് നോക്കുമ്പോണ്ട് കാശിക്കൂട്ടനും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. അവൻ എന്ത് ചെയ്താലും വണ്ടിയിൽ നിന്ന് ഇറങ്ങൂല. കൊണ്ടുപോയി അങ്ങനെ തന്നെ നിൽക്കാനായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ കൊണ്ടുപോയില്ല, എങ്ങനെയൊക്കെയോ ഇറക്കി. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നേരെ വീട്ടിലോട്ട്. കുറച്ച് ഓണക്കളികളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാവേ. ടാറ്റാ, ബൈ.